നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കീമിന്റെ അടുത്ത അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരുന്നു. നമ്മുടെ നെയിം, അതുപോലെ ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ടൈം വരും. ആ സമയത്ത് എല്ലാവരും അതിന് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ അതൊക്കെ വളരെ കുറച്ച് കുട്ടികൾക്ക് കാണത്തുള്ളൂ, മറ്റുള്ളതെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ വന്നേക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, മീൻസ് ഹോൾ ടിക്കറ്റ് എന്നാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് ഇത്തിരിയുടെ പഠിത്തത്തിന് ഒന്ന് വേഗത കൂട്ടാം അല്ലേ. ഇപ്പൊ നമുക്ക് ഏകദേശം 12-ാം തീയതി തുടങ്ങുമെന്നാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അത് ഏത് ദിവസം 12-ആണോ 15-ആണോ 17-ആണോ അപ്പൊ ആ ഡേറ്റിനുള്ളിൽ ഇടയ്ക്ക് നമുക്ക് ഈ വർഷം പ്രത്യേകിച്ച് സമയം വളരെ കുറവായതിനാൽ ഒരു ദിവസം കൂടുതൽ കിട്ടിയാൽ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് 1-2 വർഷമായിട്ട് ഇപ്പോൾ ഈ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് വൺ ഡേ ആയിട്ടല്ല നടത്തുന്നത്. ഏകദേശം 18,000 പേരൊക്കെയാണ് ഒരു ദിവസം എഴുതുന്നത്. അപ്പോൾ അത് 5-6 ദിവസം കൊണ്ടാണ് ഫുൾ ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ നേരത്തെ എന്ന് പറയാനല്ല, ഒറ്റ ദിവസമായിരുന്നു ഫുൾ ആൾക്കാർ. അപ്പൊ നമ്മൾക്ക് CBT അല്ലായിരുന്നു എന്നുള്ളൂ, നമ്മുടെ മറ്റുള്ള പഴയ രീതി കൂടെ തന്നെയായിരുന്നു. OMR ഷീറ്റിലെല്ലാം ചെയ്ത് ആ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും അല്ലാത്തത് കൊണ്ട് ഈ രീതി കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് വരും. പിന്നെ ഈ വർഷം എക്സാം നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കുട്ടികൾക്കും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു സമയം കിട്ടാത്ത രീതിയിൽ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാസം 8-ാം തീയതി പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അന്നേരം നിങ്ങൾക്ക് സമയവും നമ്മുടെ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. വലിയ ദൂരമൊന്നും വരത്തില്ല, അടുത്തടുത്ത സ്ഥലങ്ങളിലായിരിക്കും. കാരണം ഇത്രയും കുട്ടികൾ എഴുതുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ, മിക്കവാറും ഗവൺമെന്റ് സ്കൂളോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഒരു നല്ല സ്കൂളുകളിലോ ഏതെങ്കിലും സ്ഥാപനത്തിലായിരിക്കും. അതുകൊണ്ട് 8-ാം തീയതി, ഇനി പിന്നെ സമയമില്ലല്ലോ, 8-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് അന്ന് എക്സാം ഡേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ആ ടൈം ആകുമ്പോൾ പുറത്തുവിടും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാവുന്ന ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് നമ്മൾ ചെറിയ വീഡിയോസുകൾ കൂടെ നിങ്ങൾ എത്തിക്കുന്നത്. ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ നിങ്ങൾക്കൂടെ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം പല കുട്ടികളും നമ്മുടെ സ്കൂളിൽ പല കാര്യങ്ങളും പഠിച്ചേക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾ പഴയ ക്ലാസ്സുകളൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എല്ലാം ഒന്ന് കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തി എക്സാമിന് എത്തുക. കാരണം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ മുന്നിലോട്ട് എത്താനുള്ള ആ ആഗ്രഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആൻസർ കിട്ടി ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതിനൊരു 99% നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ 1% ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ കൂടെ ചേരാറുണ്ട്. അത് നമുക്ക് ഒരിക്കലും അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠിച്ച് തന്നെ പോകണം. ഉള്ള സമയം മാക്സിമം വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും 8-ാം തീയതി കാത്തിരിക്കുക. 8-ാം തീയതി വരുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞേക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ കൂടെ കൃത്യമായിട്ട് അറിയിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.